നമസ്കാരം, എല്ലാവർക്കും ഡൊമിസൈൽ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1ൻ്റെ മൊഡ്യൂൾ 3 പാർട്ട് 6 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് പേയ്മെൻറ്റ്. സോ വാട്ട് ഈസ് പേയ്മെൻറ്റ്? എ സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് സൂപ്പർ ഇമ്പോസ്ഡ് ലെയേഴ്സ് ഓഫ് പ്രോസസ്ഡ് മെറ്റീരിയൽസ് above the natural soil subgrade whose primary function is to distribute the applied vehicle loads to subgrade. സബ്ഗ്രേഡിലേക്ക് വെഹിക്കിളിൻ്റെ ലോഡ് പാസ് ചെയ്യാൻ വേണ്ട സൂപ്പർ ഇമ്പോസ്ഡ് ലെയേഴ്സ് അടങ്ങിയ സ്ട്രക്ചറിനെയാണ് നമ്മൾ പേയ്മെൻ്റ് എന്ന് പറയുന്നത്. സബ്ഗ്രേഡ് സോയിലിലേക്ക് വെഹിക്കിളിൻ്റെ വീൽ ലോഡ് എഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ട സൂപ്പർ ഇമ്പോസ്ഡ് ലെയേഴ്സ് അടങ്ങിയ സ്ട്രക്ചറിനെയാണ് നമ്മൾ പേയ്മെൻ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 2 ടൈപ്പ് പേയ്മെൻ്റ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് ആൻഡ് റിജിഡ് പേയ്മെൻറ്റ്. ഇന്ന് നമ്മൾ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്? ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്സ് ആർ ദോസ് വിച്ച് ഓൺ എ ഹോൾ ഹാവ് low or negligible flexural strength and rather flexible in their structural action under load. ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സിബിൾ ആക്ഷൻ കൂടുതൽ കാണിക്കുന്ന ടൈപ്പ്, ഫ്ലെക്സിബിൾ സ്ട്രക്ചറൽ ആക്ഷൻ കൂടുതൽ കാണിക്കുന്ന ടൈപ്പ്, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ഉള്ള ടൈപ്പ് പേയ്മെൻറ്റിനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കാം. ലോഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ലോവർ ലെയർ by grain to grain distribution as shown in the figure given below. അപ്പോൾ വീൽ ലോഡ് കാണിച്ചിട്ടുണ്ട്. ആ വീൽ ലോഡ് താഴെയുള്ള ഏറ്റവും ലോവർ ലെവലിലേക്ക് ഗ്രെയിൻ ടു ഗ്രെയിൻ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ഇനി ടിപ്പിക്കൽ ലെയേഴ്സ് ഓഫ് എ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. ഒരു ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ ടിപ്പിക്കൽ ലെയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ടിപ്പിക്കൽ ലെയേഴ്സ് ഓഫ് എ കൺവെൻഷണൽ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് ഇൻക്ലൂഡ്സ് സീൽ കോട്ട്, surface course, tack coat, binder course, prime coat, base course, sub-base course, compacted subgrade and natural subgrade. ഇനി ഇതെന്തൊക്കെയാണെന്നുള്ളത് സെപ്പറേറ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സീൽ കോട്ട്. ഇറ്റ് ഈസ് എ തിൻ സർഫസ് ട്രീറ്റ്മെൻറ്റ് യൂസ്ഡ് ടു വാട്ടർ പ്രൂഫ് ദ സർഫസ് ആൻഡ് ടു പ്രൊവൈഡ് സ്കിഡ് റെസിസ്റ്റൻസ്. ഏറ്റവും ടോപ്പിൽ കൊടുക്കുന്ന ഒരു സർഫസ് ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ സീൽ കോട്ട് എന്ന് പറയുന്നത്. വളരെ തിന്നായിട്ടുള്ളൊരു വാട്ടർ പ്രൂഫ് കോട്ടാണ് സീൽ കോട്ട്. നെക്സ്റ്റ് വൺ ഈസ് ടാക്ക് കോട്ട്. ഇറ്റ് ഈസ് വെരി ലൈറ്റ് ആപ്ലിക്കേഷൻ ഓഫ് അസ്ഫാൾട്ട് ഇമൾഷൻ ഡൈലൂട്ടഡ് വിത്ത് വാട്ടർ ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ബോണ്ടിങ് ബിറ്റ്വീൻ 2 ലെയേഴ്സ് ഓഫ് ബൈൻഡർ കോഴ്സ്. ബൈൻഡർ കോഴ്സിൻ്റെ ബോണ്ടിങ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അസ്ഫാൾട്ടിൻ്റെ തിൻ ലെയർ കോട്ടിംഗ് ആണ്, അസ്ഫാൾട്ട് ഇമൾഷൻ്റെ തിൻ ലെയർ കോട്ടിംഗ് ആണ് ടാക്ക് കോട്ട്. നെക്സ്റ്റ് വൺ ഈസ് ദ പ്രൈം കോട്ട്. It is an application of low viscous cutback bitumen to an absorbent surface like granular bases on which binder layer is placed and provides bonding between 2 layers. കട്ട്ബാക്ക് ബിറ്റുമിൻ്റെ ഏറ്റവും വിസ്കോസിറ്റി കുറഞ്ഞ ടൈപ്പ് ആയിട്ടുള്ള കട്ട്ബാക്ക് ബിറ്റുമിൻ അപ്ലൈ ചെയ്യുന്ന ആ ഒരു കോട്ടാണ് പ്രൈം കോട്ട്. ലൈക്ക് ഗ്രാനുലർ ബേസസ്. ഇത് നമ്മളെവിടെ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ആൻ അബ്സോർബൻറ്റ് സർഫസ് ലൈക്ക് ഗ്രാനുലാർ ബേസസ് ഓൺ വിച്ച് ബൈൻഡർ ലെയർ ഈസ് പ്ലേസ്ഡ് ആൻഡ് പ്രൊവൈഡ്സ് ബോണ്ടിങ് ബിറ്റ്വീൻ 2 layers. നെക്സ്റ്റ് വൺ ഈസ് ദ സർഫസ് കോഴ്സ്. ഇറ്റ് ഈസ് ദ ലെയർ ഡയറക്ട്ലി ഇൻ കോണ്ടാക്ട് വിത്ത് ദ ട്രാഫിക് ലോഡ് ആൻഡ് ആർ കൺസ്ട്രക്റ്റഡ് വിത്ത് ഡെൻസ് ഗ്രേഡഡ് അസ്ഫാൾട്ട് കോൺക്രീറ്റ്. ഡെൻസ് ഗ്രേഡഡ് അസ്ഫാൾട്ട് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ലെയറാണ് സർഫസ് ലെയർ അല്ലെങ്കിൽ സർഫസ് കോഴ്സ്. ഈ സർഫസ് കോഴ്സ് ആയിരിക്കും എപ്പോഴും ഡയറക്ട്ലി കോണ്ടാക്ട് വിത്ത് വീൽ ലോഡ്. നെക്സ്റ്റ് വൺ ഈസ് ദ ബൈൻഡർ കോഴ്സ് ആൻഡ് ബൈൻഡർ കോഴ്സ് ഈസ് ടു ഡിസ്ട്രിബ്യൂട്ട് ലോഡ് ടു ദ ബേസ് കോഴ്സ്. ബൈൻഡർ കോഴ്സ് റിക്വയർസ് ലെസർ ക്വാളിറ്റി ഓഫ് മിക്സ് ആസ് കമ്പയർഡ് ടു കോഴ്സ് എബവ് ഇറ്റ്. മിക്സിൻ്റെ കുറഞ്ഞ ക്വാണ്ടിറ്റി മതി. ബൈൻഡർ കോഴ്സിൻ്റെ തിക്നെസ് കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ബൈൻഡർ കോഴ്സാണ് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ടു ദ ബേസ് കോഴ്സ്. ബേസ് കോഴ്സ് പ്രൊവൈഡ്സ് അഡീഷണൽ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു സബ്സർഫസ് ഡ്രെയിനേജ്. ബേസ് കോഴ്സിലാണ്
അപ്പോൾ ബേസ് കോഴ്സ് സത്യത്തിൽ പെർമിയബിൾ ആണ്, ഇംപെർമിയബിൾ അല്ല. അപ്പോൾ ബേസ് കോഴ്സിൽ നിന്നാണ് ലോഡ് താഴേക്കുള്ള സർഫസിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് വൺ, സബ് ബേസ് കോഴ്സ്. The primary function are to provide structural support, improve drainage and reduce the intrusion of fines from subgrade in the payment structure. സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുക, ഡ്രെയിനേജ് ഇമ്പ്രൂവ് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ടൈപ്പ് ആ ഒരു പോർഷനാണ് സബ് ബേസ് കോഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് ദ സബ്ഗ്രേഡ്. ദ ടോപ്പ് സോയിൽ ഓർ സബ്ഗ്രേഡ് is the layer of natural soil prepared to receive stresses from the layer above. സബ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബേസ് കോഴ്സ്, അതിന് 2 ടൈപ്പ് സബ്ഗ്രേഡ് പൊതുവേ കാണാറുണ്ട്, കോമ്പാക്റ്റഡ് സബ്ഗ്രേഡും നാച്ചുറൽ സബ്ഗ്രേഡും. കോമ്പാക്റ്റഡ് സബ്ഗ്രേഡ് എന്ന് പറയുന്നത് ആവശ്യത്തിനനുസരിച്ച് ആ ലെയറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെർട്ടിക്കൽ അലൈൻമെൻറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടി എർത്ത് പ്രൊവൈഡ് ചെയ്തിട്ട് അതിനെ കോമ്പാക്റ്റ് ചെയ്തിട്ട് സബ്ഗ്രേഡ് ആക്കി അവിടെ ഫിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമ്പാക്റ്റഡ് സബ്ഗ്രേഡ് എന്ന് പറയുന്നത്. ഇനി ഡിസ്റ്റർബ് ചെയ്യാത്ത സോയിൽ, താഴെ ഏറ്റവും ലോവർ ലെയറിൽ എർത്തിലുള്ള ഡിസ്റ്റർബ് ചെയ്യാത്ത സോയിലിനെയാണ് നമ്മൾ സബ്ഗ്രേഡ് അല്ലെങ്കിൽ നാച്ചുറൽ സബ്ഗ്രേഡ് എന്ന് പറയുന്നത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ കമ്പോണൻസ് ആണ്. എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുക. നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പേയ്മെൻറ്റ് ഡിസൈൻ. പേയ്മെൻറ്റ് ഡിസൈനിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തത്. ഡിസൈൻ വീൽ ലോഡ്. ഡിസൈൻ വീൽ ലോഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മാക്സിമം വീൽ ലോഡ്, ആക്സിൽ കോൺഫിഗറേഷൻ, കോണ്ടാക്ട് പ്രഷർ, ഇക്വാലൻറ്റ് സിംഗിൾ വീൽ ലോഡ്, repetition of load. Second one is climate factor. Third one is payment component materials. Design wheel load. അതിൽ ആദ്യത്തേത് മാക്സിമം വീൽ ലോഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഡെപ്ത് ഓഫ് പേയ്മെൻറ്റ് റിക്വയർഡ് ടു എൻഷുർ ദാറ്റ് ദ സബ്ഗ്രേഡ് സോയിൽ ഡസ് നോട്ട് ഫെയിൽ. എപ്പോഴും വീൽ ലോഡ്, എത്ര വീൽ ലോഡാണെങ്കിലും എത്ര വലിയ ലോഡാണെന്നുണ്ടെങ്കിലും അത് ട്രാൻസ്ഫർ ചെയ്ത് സബ്ഗ്രേഡ് സോയിലിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞ രീതിക്ക് വേണം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. സോ നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ഹൈറ്റിനനുസരിച്ചിരിക്കും ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ. എത്രത്തോളം ഹൈറ്റ് കൂടുന്നൊന്നുമല്ല, അവിടെ ആവശ്യത്തിനുള്ള ഹൈറ്റ് പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ലോഡിനെ സബ്ഗ്രേഡിലേക്ക് കറക്റ്റായിട്ട് എഫക്റ്റ് കുറഞ്ഞ രീതിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളൂ. സോ മാക്സിമം വീൽ ലോഡ് എത്രയാണ്, ആ ഒരു റോഡ്, ഇപ്പോൾ നമ്മൾ റോഡ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു റോഡിലൂടെ പാസ് ചെയ്യാൻ ചാൻസ് ഉള്ള മാക്സിമം വീൽ ലോഡ് എത്രയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ദ കോണ്ടാക്ട് പ്രഷർ. ഇറ്റ് ഡിറ്റർമിൻസ് ദ കോണ്ടാക്ട് ഏരിയ ആൻഡ് ദ കോണ്ടാക്ട് പ്രഷർ ബിറ്റ്വീൻ ദ വീൽ ആൻഡ് ദ പേയ്മെൻറ്റ് സർഫസ്. ഫോർ സിംപ്ലിസിറ്റി, എലിപ്റ്റിക്കൽ കോണ്ടാക്ട് ഏരിയ ഈസ് കൺസിഡർഡ് ടു ബി സർക്കുലർ. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ എലിപ്റ്റിക്കൽ കോണ്ടാക്ട് ഏരിയയാണ് പൊതുവെ വീൽ ലോഡ് വരുന്ന ഭാഗത്ത് വരുന്നത്. ആ കോണ്ടാക്ട് ഏരിയനെ നമ്മൾ സർക്കുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എത്രത്തോളം കോണ്ടാക്ട് ഏരിയ വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ടു കാൽക്കുലേറ്റ് ദ കോണ്ടാക്ട് പ്രഷർ. നെക്സ്റ്റ് വൺ ഈസ് ഡിസൈൻ വീൽ ലോഡ്, അതിൽ ആക്സിൽ കോൺഫിഗറേഷൻ. ആക്സിൽ കോൺഫിഗറേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദ വേ ഇൻ വിച്ച് ദ ലോഡ് ഈസ് അപ്ലൈഡ് ഓൺ ദ പേയ്മെൻറ്റ് സർഫസ്. അപ്പോൾ പല ടൈപ്പ് ആക്സിൽ ഉണ്ട്. സിംഗിൾ ആക്സിൽ വിത്ത് സിംഗിൾ വീൽ, സിംഗിൾ ആക്സിൽ വിത്ത് ഡുവൽ വീൽ, ടാൻഡം ആക്സിൽ ആൻഡ് ട്രൈഡം ആക്സിൽ. ഒരു ആക്സിലും ഒരു വീലും, ഓരോ വീല് 2 സൈഡിലും വീതം വരുന്നതാണ് സിംഗിൾ ആക്സിൽ വിത്ത് സിംഗിൾ വീൽ. ഒരു ആക്സിലും 2 സൈഡിലുമായിട്ട് രണ്ടും മൊത്തം 4 വീല് വരുന്നതാണ് സിംഗിൾ ആക്സിൽ വിത്ത് ഡുവൽ വീൽ. നെക്സ്റ്റ് പോർഷനിൽ സിംഗിൾ അല്ല, 2 ആക്സിലും കൂട്ടത്തിൽ തന്നെ 2 വീല് വീതം, അപ്പം മൊത്തം 8 വീലുണ്ടാവും. അതുപോലെ ട്രൈഡ് ആക്സിലിൽ 3 ആക്സിൽ വിത്ത് 2 വീൽസ് ഈച്ച്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ഡിസൈൻ വീൽ ലോഡിൽ ഇക്വാലൻറ്റ് സിംഗിൾ വീൽ ലോഡ്, ESWL. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഇക്വാലൻറ്റ് സിംഗിൾ വീൽ ലോഡ് എന്താണെന്ന് ഞാനൊന്ന് പറയാം. ഇക്വാലൻറ്റ് സിംഗിൾ വീൽ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ
കുറേ കാലം മുതൽക്ക് നമ്മൾ ലോഡെല്ലാം പഠിക്കുന്ന സമയത്ത് ഇക്വാലൻ്റ് ലോഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വീലിൻ്റെ ലോഡ്, ഇപ്പോൾ 2 വീലുണ്ടെങ്കിൽ ആ 2 വീലിൻ്റെയും കൂടി ലോഡ് നമ്മൾ ഒന്നിച്ചാക്കിയിട്ട്, അതായത് ആ 2 വീലിനും കൂടി ഇക്വാലൻ്റ് ആയിട്ടുള്ള ഒരു ലോഡാണ്, സിംഗിൾ ലോഡാണ് അവിടെ ആക്ട് ചെയ്യുന്നത് എന്ന് സങ്കല്പിച്ചിട്ട് ഇക്വാലൻ്റ് ലോഡ് നമ്മൾ കണ്ടുപിടിക്കും. ആ ലോഡ് താഴെ എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എത്ര ഡെപ്തിൽ എത്തണം, അല്ലെങ്കിൽ ഇന്ന ഡെപ്തിൽ എത്രത്തോളം ഇതിൻ്റെ എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ 2 വീലുണ്ടെങ്കിൽ 2 ലോഡല്ല, ഇക്വാലൻ്റ് വീൽ ലോഡ് ഒന്നേ ഉള്ളൂ. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന അതാണ്. 2 വീൽ ലോഡ് കാണിച്ചിട്ടുണ്ട്, 2P. അത് താഴേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ബ്ലൂ ലൈൻ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും താഴെ എത്തുമ്പം ആ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടില്ലേ. അപ്പോൾ അത് ഏറ്റവും സ്ട്രെസ്സ് കുറഞ്ഞ രീതിയിലാണ് സബ് ഗ്രേഡിലേക്ക് എത്തുന്നത്. ഇനി ഇതിൻ്റെ ഈ 2 വീലിൻ്റെയും കൂടി എഫക്റ്റ് ഒറ്റൊന്നായിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ repetition of loads. Each load application causes some deformation, and the total deformation is the summation of all. Although the payment deformation due to single axle load is very small, the cumulative effect of number of load repetition is significant. Therefore, modern design is based on total number of standard axle load, usually 80 kN single axle. അപ്പോൾ ഒരു തവണ ലോഡ് അപ്ലൈ ചെയ്തു എന്നുള്ളതുകൊണ്ട് ഒരു ഡിഫോർമേഷനും ഒരു പേയ്മെൻറ്റിനും സംഭവിക്കില്ല. റെപ്പറ്റേറ്റീവായിട്ട് വരുന്ന, അതായത് ഒരുപാട് റെപ്പറ്റേഷനിൽ വരുന്ന ലോഡ് കൊണ്ടാണ് അവിടെ ഡിഫോർമേഷൻ സംഭവിക്കുന്നത്. സോ ക്യുമുലേറ്റീവ് എഫക്റ്റ് ഓഫ് ഓൾ ദീസ് റെപ്പറ്റേഷൻ ഈസ് സിഗ്നിഫിക്കൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ മോഡേൺ ഡിസൈനിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ആക്സിൽ ലോഡ് എന്ന് പറയുന്നത് യൂഷ്വലി 80 kN സിംഗിൾ ആക്സിലാണ് നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്ലൈമാറ്റിക് ഫാക്ടർ. അതിലൊന്നാമത്തത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കൂടുമ്പം നമ്മുടെ പേയ്മെൻറ്റ് സോഫ്റ്റ് ആവും. ടെമ്പറേച്ചർ കുറയുമ്പം കോൾഡ് വെതറിൽ പേയ്മെൻറ്റ് ബ്രിട്ടിലാവും. ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ വൈ ടെമ്പറേച്ചർ വേരിയേഷൻസ് മേ കോസ് ഡാമേജിങ് എഫക്റ്റ്. Next one is the variation in moisture content. Variation in moisture content depends on type of payment, type of the soil type, groundwater variation, etc. And it can be controlled by providing suitable surface and subsurface drainage. Next one is the characteristics of payment material. ഒന്നാമത്തത് കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ. അപ്പോൾ കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ ടെസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. ഈ ഒരു വാല്യൂ, കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോയുടെ വാല്യൂ, ഇറ്റ് ഡിറ്റർമിൻസ് ദ സ്ട്രെങ്ത് ഓഫ് സോയിൽ സബ്ഗ്രേഡ്, സബ് ബേസ് ഓർ ബേസ്, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിസൈൻ ഓഫ് പേയ്മെൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ദ ഇലാസ്റ്റിക് മോഡുലസ്. ഇറ്റ് മെഷേഴ്സ് ദ മെറ്റീരിയൽ റെസിസ്റ്റൻസ് ടു ബീയിങ് ഡിഫോംഡ് ഇലാസ്റ്റിക്കലി അപ്പോൺ ആപ്ലിക്കേഷൻ ഓഫ് ദ വീൽ ലോഡ്. ഇപ്പോൾ ഒരു വീൽ ലോഡിൽ എത്രത്തോളം ഇലാസ്റ്റിസിറ്റി ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് കാണിക്കുമെന്ന് അറിയാനുള്ളതാണ് നമ്മൾ ഇവിടെ ഇലാസ്റ്റിക് മോഡുലസ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ദ പോയിസൺ റേഷ്യോ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ആക്സിയൽ സ്ട്രെയിൻ കോസ്ഡ് ബൈ എ ലോഡ് പാരലൽ ആക്സിസ് അലോങ് ആക്സിയൽ സ്ട്രെയിൻ. പോയിസൺ റേഷ്യോ ഒക്കെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ദ റെസിലിയൻ മോഡുലസ്. The elastic modulus based on the recoverable strain under repeated loads is called resilient modulus, and MR is equal to sigma D by sigma R. The following material properties are considered for both flexible and rigid payments. When payments are considered as linear elastic, the elastic moduli and Poisson ratio are specified. If the elastic modulus of the material varies with the time of loading, then the resilient modulus is selected. Next is the design procedures for flexible payments. Main ആയിട്ട് 3 ഡിസൈൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. എംപിരിക്കൽ ഡിസൈൻ, മെക്കാനിസ്റ്റിക് എംപിരിക്കൽ ഡിസൈൻ ആൻഡ് മെക്കാനിസ്റ്റിക് ഡിസൈൻ. ഇതിൽ IRC എപ്പോഴും മെക്കാനിസ്റ്റിക് എംപിരിക്കൽ ഡിസൈൻ ആണ് സ്പെസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ IRC is based on the mechanistic empirical design.
ഇനി മെക്കാനിസ്റ്റിക് എംപിരിക്കൽ ഡിസൈൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് എക്സിസ്റ്റിംഗ് പേയ്മെൻറ്റ് റീഹാബിലിറ്റേഷൻ ആൻഡ് ന്യൂ പേയ്മെൻറ്റ് കൺസ്ട്രക്ഷൻ. പുതിയൊരു പേയ്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണെങ്കിലും പഴയ പേയ്മെൻറ്റിൻ്റെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് മെക്കാനിസ്റ്റിക് എംപിരിക്കൽ ഡിസൈൻ യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് ചേഞ്ചിങ് ലോഡ് ടൈപ്സ്. ലോഡ് ടൈപ്പിൽ ചേഞ്ച് വരുന്നതിന് നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഇറ്റ് യൂസസ് മെറ്റീരിയൽ പ്രൊപ്പോർഷൻ ദാറ്റ് റിലേറ്റ്സ് ബെറ്റർ വിത്ത് ആക്ച്വൽ പേയ്മെൻറ്റ് പെർഫോമൻസ്. കൂടുതലായിട്ട് മെറ്റീരിയൽ, അതായത് നമ്മുടെ പേയ്മെൻറ്റിൽ കറക്റ്റായിട്ട് വരുന്ന ആക്ച്വലായിട്ട് വരുന്ന മെറ്റീരിയലിൻ്റെ പ്രൊപ്പോർഷൻ നമുക്ക് ഇതിൽ റിലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആക്ച്വൽ പേയ്മെൻറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ഡിസൈനിൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് വൺ ഈസ് ടു പ്രൊവൈഡ് മോർ റിലയബിൾ പെർഫോമൻസ് പ്രഡിക്ഷൻസ്. അതായത് ഈ ഒരു ഡിസൈൻ വഴി കിട്ടുന്ന പെർഫോമൻസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മോർ റിലയബിൾ ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ആക്ച്വൽ പെർഫോമൻസ് പോലെ തന്നെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ ഈ ഒരു ഡിസൈൻ ഹെൽപ്പ് ചെയ്യും. ഇനി IRC മെത്തേഡിൽ വന്ന ചേഞ്ചസ് ആണ്. IRC 37 in 1970, അതുപോലെ IRC 37 in 1984, IRC 37 in 2001 ആൻഡ് IRC 37 in 2012. അതിൽ നമ്മൾ 2012 ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ വന്ന ചേഞ്ചസ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ IRC 37 1970 ബേസ്ഡ് ഓൺ കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ ഓഫ് സബ്ഗ്രേഡ് ആൻഡ് ട്രാഫിക് ഇൻ ടേംസ് ഓഫ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് മോർ ദാൻ 3 tons laden weight. Next one, IRC 37 1984 based on California bearing ratio of subgrade, design traffic was considered in terms of cumulative number of equivalent standard axle load of 80 kN in millions of standard axles or MSA. Design charts were provided for traffic up to 30 MSA using empirical approach. Next one is IRC 37 2001 based on mechanistic empirical method. Payments were required to be designed for traffic as high as 150 MSA and the limiting routing is recommended as 20 mm in 20% of the length of design traffic. Next one is the IRC 37 2012. ഈ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് കൂടുതൽ സ്പെസിഫിക് ആയിട്ട് നോക്കുക. നെക്സ്റ്റ് വൺ IRC 37 2012 based on the mechanistic empirical method and the limiting routing is recommended as 20 in 20% of the length of design traffic up to 30 MSA and 10% of the length of the design traffic beyond. മെക്കാനിസ്റ്റിക് എംപിരിക്കൽ മെത്തേഡിനെ യൂസ് ചെയ്തിട്ടുള്ള IRC 37 2012 ആണ് നമ്മൾ റോഡിൻ്റെ ഡിസൈനിൽ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഇനി IRC 37 2012 ഗൈഡ് ലൈൻസ് ആണ് പറയുന്നത്. ഡിസൈൻ ട്രാഫിക്കിലുള്ള ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ദ റെക്കമെൻഡഡ് മെത്തേഡ് കൺസിഡേഴ്സ് ഡിസൈൻ ട്രാഫിക് ഇൻ ടേംസ് ഓഫ് ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ആക്സിൽസ് ടു ബി ക്യാരിഡ് ബൈ ദ പേയ്മെൻറ്റ് ഡ്യൂറിങ് ദ ഡിസൈൻ ലൈഫ്. ഇതിൽ ഡിസൈൻ ട്രാഫിക് ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ആക്സിൽ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ 80 kN ആ ഒരു റേഞ്ചിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഡിസൈൻ ലൈഫിൽ ഇത്രയും ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ആക്സിൽസിൽ വരുന്ന ഡിസൈൻ ട്രാഫിക് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ലോഡ് അവിടെ ഉണ്ട് എന്നുള്ള രീതിക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഓൺലി ദ നമ്പർ ഓഫ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഹാവിങ് ഗ്രോസ് വെഹിക്കിൾ weight of 30 kN or more and their axle loading is considered for the purpose of design of payment. 30 kN കൂടുതലുള്ള അല്ലെങ്കിൽ 30 kN ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് വരുന്ന ആ ഒരു വെഹിക്കിൾസാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, അസസ്മെൻറ്റ് ഓഫ് പ്രസൻറ്റ് ഡേ ആവറേജ് ട്രാഫിക് ഷുഡ് ബി ബേസ്ഡ് ഓൺ 7-day 24-hour count made in accordance with the IRC 9 1972 traffic census on non-urban roads. IRC 9 1972 ബേസ് ചെയ്തിട്ട് 7 ദിവസത്തെ 24 ഹവറിൽ എത്രത്തോളം അവിടെ ആവറേജ് ട്രാഫിക് ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്
ഈ ഒരു ഡിസൈനിൽ നമ്മൾ ആവറേജ് ട്രാഫിക് റേറ്റ് എടുക്കുന്നത്. Next one is the traffic growth rate R, estimated by analyzing the past trends of traffic growth and change in demand of traffic by factors like specific development, land use changes, etc. And the data for the annual growth rate of commercial vehicle is not available. A growth rate of 7.5% should be used. അപ്പോൾ അവിടെ അവൈലബിൾ അല്ല ഈ ഒരു ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ 7.5% എന്നാണ് യൂസ് ചെയ്യുന്നത്. അത് IRC 37/2001 പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ദ ഡിസൈൻ ലൈഫ് എൻ. ദ ഡിസൈൻ ലൈഫ് ഈസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ആക്സിൽസ് ഇൻ MSA that can be carried before the major strengthening, rehabilitation or capacity augmentation of payment is necessary. ഡിസൈൻ ലൈഫ് നമ്മളെപ്പോഴും പറയുന്നത് ഇൻ ടേംസ് ഓഫ് ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ആക്സസ് ഇൻ MSA. ഇനി ഇത് എന്തിനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മേജർ സ്ട്രെങ്തനിങ്, റീഹാബിലിറ്റേഷൻ ഓർ കപ്പാസിറ്റി ഓഗ്മെൻറ്റേഷൻ ഓഫ് ദ പേയ്മെൻറ്റ് ആവശ്യമായി വരുമ്പോഴാണ് ഡിസൈൻ ലൈഫിൻ്റെ കാര്യം നമ്മൾ കണക്കിലെടുക്കുന്നത്. നെക്സ്റ്റ് വൺ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ റോഡ് ടൈപ്പ്, ഡിസൈൻ ട്രാഫിക് ഇസ് റേഞ്ചസ് ഫ്രം 10 to 15 years. നാഷണൽ ഹൈവേ ആണെങ്കിൽ 15 years, എക്സ്പ്രസ് വേസ് ആൻഡ് അർബൻ റോഡ്സ് ആണെങ്കിൽ 20 years, അതർ കാറ്റഗറി റോഡ്സ് ആണെങ്കിൽ 10 to 15 years. നെക്സ്റ്റ് വൺ ഈസ് ദ വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ VDF. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇക്വാലന്റ് നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ആക്സൽസ് പെർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ. ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ ഇക്വാലന്റ് നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ആക്സലിനെയാണ് നമ്മൾ വെഹിക്കിൾ ഡാമേജ് ഫാക്ടർ എന്ന് പറയുന്നത്. The vehicle damage factor is a multiplier to convert the number of commercial vehicles of different axle loads and axle configuration into number of repetitions of standard axle loads of magnitude 80 kN. ഇനി നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ആക്സിൽസ് ഫോർ സെയിം ഡാമേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ലോഡ് ഓൺ ആക്സിൽ ബൈ സ്റ്റാൻഡേർഡ് ആക്സിൽ ലോഡ് റേസ് ടു 4. ഇനി ഈ സ്റ്റാൻഡേർഡ് ആക്സിൽ ലോഡ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ആക്സിൽ കോൺഫിഗറേഷൻ അനുസരിച്ച് സ്റ്റാൻഡേർഡ് ആക്സിൽ ലോഡ് ചേഞ്ച് ആവുന്നുണ്ട്. ഇപ്പോൾ സിംഗിൾ ആക്സിൽ വിത്ത് സിംഗിൾ വീൽ ലോഡ് ഓൺ എയ്തർ സൈഡ് ആണെങ്കിൽ അത് 65 ആണ്. അതുപോലെ സിംഗിൾ ആക്സിൽ ലോഡ് വിത്ത് ഡുവൽ വീൽ ഓൺ എയ്തർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് 80 ആണ്. ടാൻഡം ആക്സിൽ വിത്ത് ഡുവൽ വീൽസ് ഓൺ എയ്തർ സൈഡ് ആണെങ്കിൽ അത് 148 ആണ്. ട്രൈഡം ആക്സിൽ വിത്ത് ഡുവൽ വീൽസ് ഓൺ എയ്തർ സൈഡ് ആണെങ്കിൽ അത് 224 ആണ്. അപ്പോൾ അടുത്ത ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നെക്സ്റ്റ് വൺ ഈസ് ദ ഇൻഡിക്കേറ്റീവ് VDF വാല്യൂസ്. ഈ ടേബിൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനകത്ത് ടെറൈൻ പ്ലെയിൻ ഓർ റോളിംഗ് ടെറൈൻ അല്ലെങ്കിൽ ഹില്ലി ടെറൈൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഇനീഷ്യൽ ട്രാഫിക് ഇൻ ടേംസ് ഓഫ് CV ഓർ PD എന്ന് പറയുന്നുണ്ട്. ഇത് വേരി ചെയ്യുന്നത് ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. ഈ ഫിഗർ നോക്കുക. ഇതിൽ ഫസ്റ്റ് വൺ കാണിച്ചിരിക്കുന്നത് 70 kN കാണിച്ചിരിക്കുന്നത് സിംഗിൾ ആക്സിൽ വിത്ത് സിംഗിൾ ലോഡാണ്. നെക്സ്റ്റ് വൺ ടാൻഡം ആക്സിലാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ ട്രൈഡം ആക്സിൽ. സോ സിംഗിൾ ലോഡ് വിത്ത് സിംഗിൾ ആക്സിലിന് 65 ആണ് വരുന്നത്, ഡിനോമിനേറ്റർ വരുന്നത്. സോ 70/65 റേസ് ടു 4 എന്ന് പറയുമ്പോൾ 1.35. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വാല്യൂസ് എല്ലാം ഇവിടെ ടാൻഡം ആക്സിലിനും ട്രൈഡം ആക്സിലിനും 148ഉം 224ഉം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കിട്ടുന്ന വാല്യൂസ് താഴെ കൊടുത്തിട്ടുണ്ട്. 1.35, 1.37, 3.22. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്തതാണ് ടോട്ടൽ ലോഡിംഗ് എന്ന് പറയുന്നത് 5.95. നെക്സ്റ്റ് വൺ ഈസ് ദ സാമ്പിൾ സൈസ് ഓഫ് ആക്സിൽ ലോഡ് സർവേ. ടോട്ടൽ നമ്പർ ഓഫ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് പെർ ഡേ 3000-നേക്കാൾ കുറവാണെങ്കിൽ മിനിമം പെർസെൻറ്റേജ് ഓഫ് കൊമേഴ്ഷ്യൽ ട്രാഫിക് ടു ബി സർവേഡ് ഇസ് 20%. And between 3000 to 6000 ആണെങ്കിൽ ഇറ്റ് ഈസ് 15%. ആൻഡ് when it's above 6000 then it will be 10%. Next one is the lane distribution factor. Distribution of commercial traffic in each direction and in each lane is required for determining the total equivalent standard axle load applications to be considered in the
ഡിസൈൻ. എപ്പോഴും ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്, നമുക്ക് ഡിസൈനിൽ ആവശ്യം വരുന്നതാണ്. സോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ട്രാഫിക് ഇൻ ഈച്ച് ഡയറക്ഷൻ ആൻഡ് ഇൻ ഈച്ച് ലൈൻ ഈസ് റിക്വയർഡ് ഫോർ determining the total equivalent standard axle load applications to be considered in the design. In the absence of adequate and conclusive data, the following contribution may be assumed until more reliable data on placement of commercial vehicle on the carriageway lanes are available. ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് ഉപയോഗിക്കുന്നത് നെസസറി ഡേറ്റ അവൈലബിൾ അല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിംഗിൾ ലൈൻ റോഡിന് 1ഉം 2 ലൈൻ സിംഗിൾ ക്യാരേജ് വേ റോഡിന് 0.75ഉം 4 ലൈൻ സിംഗിൾ ക്യാരേജ് വേ റോഡിന് 0.40ഉം ഡുവൽ ക്യാരേജ് വേ റോഡിന് 0.75. Next one is the computation of design traffic. The design traffic in terms of cumulative number of standard axles to be carried during the design life of road should be computed using the following equations. ഈ ഇക്വേഷൻ രണ്ടും നിങ്ങൾ ഓർത്ത് വെക്കണം. ഫസ്റ്റ് വൺ n is equal to 365 into ബ്രാക്കറ്റിൽ 1 plus r raised to n minus 1 divided by r into a into d into f. ഇതിൽ എക്ക് ഒരു സെപ്പറേറ്റ് ഇക്വേഷൻ ഉണ്ട്. a is equal to p into 1 plus r raised to x. ഇതിന് ഓരോ ടേംസും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. n is the cumulative number of standard axles to be catered for the design in terms of MSI. A is the initial traffic in the year of completion of construction in terms of the number of commercial vehicles per day. D is the lane distribution factor. F is the vehicle damage factor. N is the design life in years. R is the annual growth of commercial vehicles. For 7.5% annual growth rate, R is equal to 0.075. Where P is the number of commercial vehicles as per last count. X is the number of years between the last count and the year of completion of the construction. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പേയ്മെൻറ്റ് തിക്നെസ് ഡിസൈൻ ചാർട്ടാണ് ഫോർ ട്രാഫിക് 1 to 10 MSA. അതുപോലെ പേയ്മെൻറ്റ് തിക്നെസ് ഡിസൈൻ ചാർട്ട് ഫോർ 10 to 150 MSA. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാർട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി ഇതിൽ കുറച്ച് പ്രോബ്ലംസ് ബാക്കിയുണ്ട്. നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട്. മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്, തിയറി പോർഷൻ എല്ലാം. ഇനി ഇതിൽ കുറച്ച് പ്രോബ്ലംസ് ബാക്കിയുണ്ട്, കുറച്ച് ഡിസൈൻസ് എല്ലാം, ഈ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ ഡിസൈൻ എല്ലാം ബാക്കിയുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കമൻറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ.